ചെങ്ങന്നൂർ കുട്ടിക്കാട്ടുപടി ഇടനാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന റോഡിന് എന്ന് ശാപമോക്ഷം ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ചെങ്ങന്നൂർ നഗരസഭയുടെ 5-7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണ് കുറ്റിക്കാട്ടുപടി ഇടനാട് റോഡ്. വർഷങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ്. നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു മഴ പെയ്താൽ ചളിക്കുണ്ടാകുന്ന റോഡിൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെ ജീവൻ പണയം വെച്ചാണ് ഇരുചക്രവാഹന യാത്രക്കാർ യാത്ര ചെയ്യുന്നത്. കുഴികളിലും വെള്ളക്കെട്ടിലും വീണ് ഇവിടെ അപകടങ്ങളും തുടർക്കഥയാണ്. മഴക്കാലത്ത് വരട്ടാറിൽ നിന്നുള്ള ഒഴുക്ക് കാരണം റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയും റോഡ് ചെളിക്കുണ്ടായി മാറുകയും ചെയ്യുന്നു. ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് മണ്ണിട്ടുയർത്തി BMBTCL ടാർ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരും ജനപ്രതിനിധികളും റോഡിന് തുക വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു പണിയും ഇവിടെ നടന്നിട്ടില്ല. 1.5 കോടി രൂപ വീതം 2 തവണ റോഡിന്റെ പുനരുദ്ധാരണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്ന് MPയും മന്ത്രിയും പറയുന്നത് ഫ്ലെക്സിൽ മാത്രമായി ഒതുങ്ങി. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി അതിനെത്രയും പെട്ടെന്ന് ഇത് ടെൻഡറായെന്ന് പറയുന്നു. അത് ചെയ്ത് തരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുയോജ്യമായിരിക്കും. ഇപ്പം അതും പ്രത്യേകിച്ച് വീണ്ടും മഴ കാലഘട്ടങ്ങൾ വീണ്ടും വരുന്നു. ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഏറ്റവും കൂടുതൽ വരട്ടാറ്റിൽ നിന്നുള്ള ഒഴുക്ക് വന്ന് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടാണ് ഇതിനകത്ത്. വർഷങ്ങൾക്ക് മുൻപ് ബൈപ്പാസ് എന്ന പ്രഖ്യാപനവും ഈ റോഡിനുണ്ടായിരുന്നു. ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ നിന്ന് വാഹനങ്ങൾ ഇതുവഴി കടന്ന് ഇടനാട്, ചെങ്ങന്നൂർ ടൗൺ, കോഴഞ്ചേരി എന്നീ ഭാഗങ്ങളിലേക്ക് പോകാവുന്ന വഴിയായി വിഭാവനം ചെയ്തിരുന്നു. പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. KSRTC ബസ് ഉൾപ്പെടെ നിരവധി ബസ് സർവീസുകൾ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ അതും നിലച്ചിരിക്കുകയാണ്. ഇതുമൂലം ടാക്സി, സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുകയാണ് ഇവിടുത്തുകാർ. റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഓട്ടം വിളിച്ചാൽ തങ്ങളുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന കാരണം പറഞ്ഞ് ഒരു ടാക്സി വാഹനങ്ങൾ പോലും വരില്ല എന്നും ഇതുമൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. PIP കനാൽ റോഡിന്റെ ഒരു വശം കൂടി കടന്നു പോകുമ്പോൾ മറുവശത്ത് കുടിവെള്ള പദ്ധതിക്കായി ഒരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചതും റോഡിന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമായി. ഈ റോഡ് തകർന്ന് തരിപ്പണമായതിനു ശേഷം നിരവധി നിവേദനങ്ങൾ മന്ത്രിതലത്തിൽ മറ്റുള്ള ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ഏർപ്പെട്ട് ഇതിന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു നോക്കിയതാണ്. പക്ഷേ നാളിതുവരെ ഇതിന് വേണ്ട നടപടികൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല. മാത്രമല്ല ഇത് ഒരു പ്രാവശ്യം കൊണ്ട് 1.5 കോടി രൂപ മറ്റോ അനുവദിച്ച് ഇവിടെ ഫ്ലെക്സൊക്കെ അടിച്ച്, അതായത് പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ ആഘോഷമായിട്ട് കൊണ്ടു നടന്നൊക്കെ ചെയ്തതാണ്. അത് ലാപ്സായി പോയെന്ന് അറിഞ്ഞു. നിരവധി ആരാധനാലയങ്ങൾ, അംഗൻവാടി, പ്രൈമറി ഹെൽത്ത് സെന്റർ തുടങ്ങിയവ ഈ റോഡിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശത്ത് എന്നാൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത കുഴികളിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ്. എത്രയും വേഗം ഈ പണികൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.